സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ആ സ്ഥലത്ത് സ്വർഗത്തിൻ്റെ ശക്തിയും സ്വർഗത്തിൻ്റെ ആത്മാവും അത്ഭുതമായി ഇടപെടുന്നുണ്ട്. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ എടക്കൊച്ചിയിൽ നടക്കുന്ന അഭിഷേകാഗ്നി ധ്യാനത്തിൽ 5 ദിവസം പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവ് 25 വർഷമായി മദ്യപാനിയായിരുന്നു. കുടുംബ സമാധാനമില്ലാതെ 25 വർഷമായി പെരിയ മദ്യപാനിയും കുടുംബസമാധാനം ഒട്ടുമില്ലാത്ത അവസ്ഥയിലുള്ള സ്ഥിതിയായിരുന്നു വീട്ടിൽ. അപ്പോഴോ ഈ ധ്യാനത്തിന് 5 ദിവസം അങ്ങോട്ട് കൂടി. ഇപ്പോൾ ഒരു തുള്ളി പോലും മദ്യപിക്കുന്നില്ല, പുകവലിയുമില്ല, ഒരു തുള്ളി പോലും മദ്യപിക്കുന്നില്ല. എനിക്ക് കാര്യങ്ങൾ മുഴുവനും മനസ്സിലായിട്ടില്ല അമ്മ. അത് ഈ ധ്യാനം കൂടിയപ്പോഴാണോ, ഫോർട്ട് കൊച്ചിയിൽ കൂടിയപ്പോഴാണോ, പള്ളുരുത്തി കൂടിയപ്പോഴാണോ? എടക്കൊച്ചി. അതെവിടെയത്? അക്കീനാസ്. കഴിഞ്ഞ വർഷത്തെ. എനിക്ക് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രാഹ്യം കിട്ടിയില്ല. അങ്ങോട്ട് നോക്കിയ കടൽ, ഇങ്ങോട്ട് നോക്കിയ കടൽ, ആകെ ഒരു കൺഫ്യൂഷൻ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എടക്കൊച്ചി അവിടെ പിന്നെ അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് എനിക്ക് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഒരു വെളി ഗ്രൗണ്ട്. പിന്നെ ഇത് അക്കീനാസിൽ അല്ലേ, അവിടെ കഴിഞ്ഞ വർഷം ഈ അമ്മ വന്ന് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഭർത്താവേ ഡെയിലി കുടിക്കുമായിരുന്നോ? 4 നേരം കുടിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, വൈകുന്നേരം കുടിക്കുന്ന ആളെ കുറിച്ചാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ചിലപ്പോൾ രാവിലെ കുടിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് 4 നേരം കുടിച്ചാലും പിന്നെയും കുടിക്കണം തോന്നണ അത്രയും മദ്യപാനത്തിൻ്റെ അഡിക്ഷൻ അലട്ടിയിരുന്ന ഒരു ദൈവ പൈതലാണ്. ആ ദൈവ പൈതൽ ആ അക്കിനാസ് ഗ്രൗണ്ടിൽ പെരുമഴ, മുട്ടോളം വെള്ളം, അവിടെ നിന്ന് വചനം അങ്ങോട്ട് കേട്ട് അല്ലേ. കഴിഞ്ഞ വർഷം മഴയൊക്കെ എന്തായിരുന്നു, ചെളി മഴ, എന്നാലും ശരി അവിടെ നിന്ന് വചനം അങ്ങോട്ട് കേട്ട് എന്നിട്ട് ഇപ്പോൾ അതിനുശേഷം കുടിച്ചിട്ടില്ല. വലിയില്ല. പുകവലി ഉണ്ടായിരുന്നോ? അത് എത്ര വർഷമുള്ള, എത്രയായിട്ടുള്ള? അത് പണ്ടേ ചെറുപ്പത്തിലെ 25 വർഷത്തിന് മുകളിലായിട്ടൊക്കെ ഉള്ളതാണ്. മദ്യപാനത്തിൻ്റെ കാര്യം ഏതാണ്ട് 25 വർഷം എന്ന് ചേർത്ത് കണക്കാക്കി എടുത്തിട്ടുണ്ട്. പുകവലി അതിന് മുമ്പേ തന്നെ ഉള്ളതായിരുന്നു. 25 വർഷത്തിലധികമായ മദ്യപാനവും പുകവലിയും കർത്താവ് ആ സായാഹ്നത്തിൽ തൊട്ട് സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല. ഈസ്റ്ററിനൊന്നും കൊണ്ട് കുടിച്ചിട്ടില്ല. ക്രിസ്മസ് ഇല്ല. ഒരു ന്യൂ ഇയർ ഒന്ന്. നല്ലൊരു കുടുംബനാഥനായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ ശരിക്കും കുടുംബജീവിതം എന്താ, കുടുംബത്തിന്റെ സന്തോഷം എന്താന്ന് അറിയാൻ തക്കവണ്ണം അത്ര നല്ല ഒരു കുടുംബനാഥനായി മകൻ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹലോ, സന്തോഷമുണ്ടോ? എന്നാ കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് ആഹ്ലാദിച്ച്. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ 2-3 പേരുള്ളെങ്കിലും അല്ലെങ്കിൽ 8-10 പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണെങ്കിലും, ചിലപ്പോൾ ചില കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വലിയ ധ്യാന കേന്ദ്രത്തിൽ കർത്താവായി യേശുവിനെ ആരാധിക്കുന്ന സമൂഹത്തോട് നിങ്ങൾ ചേരുകയാണ്. നിങ്ങൾ വലിയൊരു ടീമിനോട് ചേരുകയാണ്. ലക്ഷോപലക്ഷം ആളുകൾ ഈ സമയം കർത്താവിനെ ആരാധിക്കുകയാണ്. ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, വൈദികർ, സമർപ്പിതർ, വചന ശുശ്രൂഷകർ, അനേക ഉപദേശിമാർ, നാനാജാതി മതസ്ഥർ, സർവ്വതരത്തിലുള്ള ആളുകളെയും ദൈവം ഒരുമിച്ച് കൂട്ടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അഭിഷേകം ചൊരിയുന്ന സമയമാണിത്. ഇരുകരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് അഭിഷേകം ചൊരിയണമേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കൈയടിച്ച് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവായ ദൈവമേ, മദ്യപാനത്തിന് ബന്ധത്തിരിക്കുന്നവർ, പുകവലിയുടെ ബന്ധത്തിരിക്കുന്നവർ, വ്യഭിചാരത്തിന് ദുർബോധത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർ, സാത്താന്യ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ ചങ്ങലകളും കോട്ടകളും തകർത്ത് വിടുതൽ പ്രാപിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും. അത്ഭുത ശക്തി. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ നുകവും തകർന്നു പോകും. യേശുനാമത്തിൽ വിടുതൽ. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. സർവ്വഹൃദയങ്ങൾ ഉണരട്ടെ, അഭിഷേകങ്ങൾ നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 അഭിഷേകം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും, ഓരോ കുടുംബത്തിനും, ഓരോ സമൂഹത്തിനും ഇത് സ്വീകരിക്കാനുള്ളൊരു കൃപ അവിടുന്ന് ദാനമായി നൽകണമേ. ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ നിത്യരക്ഷയുടെ അഭിഷേകം അവിടുന്ന് പകർന്നു നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ആരും ആത്മവഞ്ചന ചെയ്യരുത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം, ആരും ആത്മവഞ്ചന ചെയ്യരുത്. ആരെങ്കിലും ഈ ലോകത്തിൽ
താൻ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ദൈവസന്നിധിയിൽ ഭോഷനാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക നാളുകൾ എനിക്ക് അർത്ഥം പിടികിട്ടാതിരുന്ന ഒരു വചനഭാഗമാണ് 1 കൊറിന്തോസ് 3:18 തിരുലിഖിതം. ആരും ആത്മവഞ്ചന ചെയ്യരുത്. ആരെങ്കിലും ഈ ലോകത്തിൽ താൻ ജ്ഞാനിയാണെന്ന് കരുതുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ദൈവസന്നിധിയിൽ ഒരു ഭോഷനാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഒരു യുവ സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്നു. ആ യുവ സ്നേഹിതൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ച് ഇന്ന് വളരെ ഉയർന്ന നിലയിൽ യുവത്വത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജഡിക പാപങ്ങൾക്ക് പോവുക, മദ്യപാനം, അദ്ദേഹം ഒരു കൂസലും കൂടാതെ മദ്യപിക്കുക. അപ്പോൾ ഈ യുവ സ്നേഹിതൻ ചോദിച്ചു, സ്നേഹിത, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പാട്ടുപാടി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേട്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോയി. നീ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മനസ്സിനെ ദുഃഖിപ്പിച്ച്, നീ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് നീ മദ്യപിക്കുകയാണോ? നീ ഈ പാപം ഞാൻ നിനക്ക് കൂസലില്ലാത്ത വിധം നിന്റെ ഹൃദയം നീ കഠിനമാക്കിയോ? അപ്പോൾ ആ സ്നേഹിതൻ, ആ യുവ സുഹൃത്ത്, ആ ചെറുപ്പക്കാരൻ ഈ യുവ സ്നേഹിതനോട് മറുപടി പറയുകയാണ്, അതെ, ഇതൊക്കെ പാപമാണെന്ന് ആര് പറഞ്ഞു? അപ്പോൾ ഈ യുവ സ്നേഹിത പറഞ്ഞു, ദേ പനക്കരച്ചൻ പറഞ്ഞു, നീ കേട്ടിട്ട് നീ ആ ധ്യാനം കൂടിയതല്ലേ, വട്ടായലച്ചൻ വന്ന ആ ധ്യാനത്തിൽ അഭിഷേകത്തിനൊക്കെ പറഞ്ഞു നീ കേട്ടതല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് വചനപ്രഘോഷകർ ഈ പാപത്തെക്കുറിച്ച് ഉത്ബോധനം കൊടുത്ത കാര്യം ധ്യാനത്തിൽ കേട്ടത് ഈ യുവ സ്നേഹിതൻ ആ ചെറുപ്പക്കാരനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ മറുപടി പറയുക, അതൊക്കെ അവരുടെ അഭിപ്രായം, അതൊക്കെ നോക്കി ജീവിക്കാൻ പറ്റും, അതൊക്കെ അവരുടെ അഭിപ്രായം. ഇറ്റ് ഈസ് ഹിസ് ഒപ്പീനിയൻ. ഔട്ട്റൈറ്റ് ആയിട്ട് പ്രഘോഷിക്കപ്പെട്ട വചനത്തെ തള്ളിക്കളയുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ ഈ ദുരാത്മ പീഡ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വചനത്തെ കൊത്തിപ്പെറുക്കി കളഞ്ഞ് ഈ വചനം കൊണ്ട് 5 പൈസയുടെ 5 പൈസയുടെ ഗുണം നമുക്ക് ഉണ്ടാകാത്ത വിധം, ഇത് നമ്മളെ ഒരിക്കലും ഏശാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ വചനത്തെ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്ന സാത്താന്യ പീഡ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ആ സാത്താന്യ പീഡ വന്ന് ഈ യുവാവിനെ പീഡിപ്പിക്കുകയാണ്. ഈ യുവാവിനോട് പറയുകയാണ്, ഒരച്ഛൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ മദ്യപാനം ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഒരച്ഛൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ വിചാരം നിർത്തേണ്ട കാര്യമുണ്ടോ? ഒരച്ഛൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടേതായ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തേണ്ട കാര്യമുണ്ടോ? ഇറ്റ് ഈസ് ഹിസ് ഒപ്പീനിയൻ. നോക്കുക, പിശാച് കൊടുത്തൊരു നുണചിന്ത, പിശാചിൻ്റെ ഒരു പീഡ, പിശാചിൻ്റെ ഒരു തട്ടിപ്പ് ആ ചെറുപ്പക്കാരനെ അലട്ടി. അതിനെ അതിജീവിക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് ആ ഒരു ദുർചിന്തയിൽ വിതയ്ക്കപ്പെട്ട വചനം അവൻ്റെ ജീവിതത്തിൽ നിന്ന് സാത്താൻ പെറുക്കിക്കൊണ്ടുപോയി. അവൻ വചനം കേട്ടിട്ടും, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയതാണ്, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ധ്യാനം കൂടിയതാണ്, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചതാണ്. ഒരു ചെറുപ്പക്കാരൻ അവൻ മാനസാന്തരപ്പെട്ട്, അവൻ പാപം ഉപേക്ഷിച്ച്, അവൻ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച്, അവൻ്റെ ജീവിതത്തിലെ അശുദ്ധി നീക്കി ദൈവത്തിന് മുമ്പിൽ തന്നെ പരിശുദ്ധനാക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ഉപവാസവും ദൈവവചനവും ദൈവത്തെ സ്നേഹവും കൊണ്ട് അവനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അവൻ വചനം കേട്ട് ഒരു മാറ്റമില്ലാതെ പാപത്തിൽ തുടരുന്നത് കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ 51-ാം തിരുനിരത്തിൽ എസ്തപ്പാനോസ് ഈ കാര്യത്തെക്കുറിച്ച് അവിടെ കൂടിയിരുന്നവരോട് വളരെ വ്യക്തമായി സംസാരിച്ചു. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. ഇത് തന്നെയാണ് സത്യം. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്,
ഒരു സ്തുതിപ്പ് കാണുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പലർക്കും തോന്നുകയാണ്, എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നത്, എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ സ്വരം ഉയർത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ കൈയടിക്കുന്നത്, എന്താ അച്ഛൻ അവിടെ കടന്ന് ഇത്രയും ഒച്ച വെക്കുന്നത്, എന്തിനാണ് ഇത്രയും ശക്തി വചനം പ്രഘോഷിക്കുന്നത്, എന്തിനാണ് ഇത്രയും ധ്യാനങ്ങൾ നടക്കുന്നത്, എന്താണിതെല്ലാം? ഇങ്ങനെ ഓരോ ദുർചിന്തകൾ അല്ലെങ്കിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പെറുക്കിക്കൊണ്ടു പോകാൻ സാത്താൻ ഒരു പ്രത്യേക തരത്തിലുള്ള കൗശലം നമ്മുടെ മേൽ പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് വചനം എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാവരിലും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ, ആ വചനം പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യം തന്നെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുട്ടികളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന വചനത്തെ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? ദൈവം വിതയ്ക്കുന്ന ഈ വചനം വെറും നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണോ? ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ച ദൈവത്തിൻ്റെ നിശ്ചിതമായ മുഹൂർത്തത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വിതയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അന്ത്യ സന്ദർശനമാണോ അല്ലയോ എന്ന് നിങ്ങളത് അറിയുന്നുണ്ടോ? ഓരോ വചനങ്ങളും സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്നത്, ഓരോ ശുശ്രൂഷകനെയും അയക്കുന്നത് ദൈവമാണ്. പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും ദൈവത്തിൻ്റെ വചനമാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഞങ്ങളിൽ നിന്നും നിങ്ങൾ ശ്രവിച്ച വചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അല്ലയോ തെസ്സലോനിക്കക്കാരെ, നിങ്ങൾ എത്രയോ അനുഗ്രഹീതർ. കാരണം ദൈവത്തിൻ്റെ സന്ദർശനത്തെ തിരിച്ചറിയാൻ തക്കവിധം ഒരു കൃപ, അത് സ്വീകരിക്കാനും അത് വളർത്താനും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നല്ലോ. പ്രിയപ്പെട്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ദൈവം നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ ഹൃദയം അതിനു നേരെ അടയ്ക്കാൻ വേണ്ടി സാത്താൻ പല മാനുഷിക ഉപദേശങ്ങൾ നൽകും. ആ അച്ഛൻ അങ്ങനെ പറയും, അത് ആ മനുഷ്യരുടെ ഉപദേശം, ഇത് ശരിയാണോ, ഇങ്ങനെ പല തരത്തിലുള്ള ഇടർച്ച വെക്കുന്ന ചിന്തകൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സാത്താൻ കടത്തിവിടും. ദൈവം എനിക്കായി നൽകുന്ന ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ തന്നെ പ്രതിബന്ധമായി സ്ഥാപിക്കുന്നവനാണ് സാത്താൻ. അവൻ ഈ പ്രഘോഷണ സമയത്ത് ദൈവമക്കളുടെ ഹൃദയങ്ങളെ പീഡിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും, ഓരോ തട്ടിപ്പുകൾ ഹൃദയങ്ങളിലേക്ക് വിട്ട് അസ്വസ്ഥമാക്കും. പലതരത്തിലുള്ള ഇടർച്ച വെക്കുന്ന ചിന്തകൾ, ഇടറിയ ചിന്തകൾ, വഴിപഴച്ച ചിന്തകൾ, പാളിപ്പോകുന്ന ചിന്തകൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് സാത്താൻ അത് വിതയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, എളിമയുള്ളവർ, നിത്യരക്ഷയുടെ നിയോഗം ലഭിച്ചവർ എങ്ങനെയാണ് പ്രഘോഷിക്കപ്പെടുന്ന വചനത്തെ സ്വീകരിക്കുന്നത്? മനുഷ്യരുടെ വചനമായിട്ടല്ല, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ വചനമായി അതിനെ നമ്മൾ സ്വീകരിക്കണം. അതിനൊരു ഹൃദയത്തുറവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു രീതിയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന അതേ മനോഭാവത്തോടെ കർത്താവിൻ്റെ ദാസന്മാർ നമ്മളോട് പ്രഘോഷിക്കുന്ന സമയത്ത് ആ വചനങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. എഴുതപ്പെട്ട വചനം പ്രഘോഷിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ ഒരു രീതി, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട രണ്ടാമത്തെ ഒരു രീതിയെക്കുറിച്ച് ദൈവവചനം യെശയ്യാ പ്രവചനത്തിൽ 66-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇപ്പോൾ നീ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ലോകപ്രകാരം ചിന്തിച്ച്, വളരെ ഒരു യുക്തിവാദിയുടെ അതേ മനോഭാവത്തോടെ ചിന്തിച്ച്, കൃപയില്ലാത്ത ഇത് ചിന്തിച്ച്, ഈ വചനം, ദൈവം അയച്ച ഈ വചനം ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ ഇടവരുത്തരുത്. എസ്തപ്പാനോസ് ആത്മാവിൽ നിറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പ്രഘോഷിച്ചു. എന്നാൽ ചുറ്റും നിന്നിരുന്നവർ അവർ ഹൃദയത്തിൽ മല്ലടിച്ച് ആത്മാവിനെ കഠിനപ്പെടുത്തി ആ വചനങ്ങൾ അവരുടെ നിത്യരക്ഷയ്ക്ക് ഉപകാരപ്പെടാത്ത വിധം പലതും ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ 66:2 പഠിപ്പിക്കുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. എളിമപ്പെടണം. ദൈവവചനം ശ്രവിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഒരു രീതിയുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 17-ാം തിരുലിഖിതം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവപുത്രനായ യേശു ഒന്നും അറിയാതെ അല്ല ഈ സംസാരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ സ്ഥിതി അറിഞ്ഞിട്ട് എനിക്ക് നിങ്ങൾക്കൊരു താക്കീത് നമ്മുടെ കർത്താവ് നൽകുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:17. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവവചനം കേൾക്കുമ്പോൾ ഒരു തുറവി വേണം. ഇന്ന് നമ്മുടെ സ്ഥിതി എന്താ? റോമാലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയല്ലേ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് താക്കീത് നൽകുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം തിരുലിഖിതം. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ഈ ലോകത്തിൽ ആരെങ്കിലും താൻ ജ്ഞാനിയാണെന്ന് കരുതുന്ന പക്ഷം അവൻ യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് എളിമപ്പെടുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി. മക്കളെ, ഈഗോ, അഹങ്കാരം, അഹന്ത, തന്നിഷ്ടം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മല്ലടിക്കുന്ന ആ പ്രകൃതം, അതിൻ്റെ മേൽ ദൈവകൃപ വ്യാപരിക്കാൻ, ദൈവശക്തി ഇറങ്ങി മുള്ളുകളും മുൾപടർപ്പും ദഹിപ്പിക്കുന്ന അത്ഭുത ശക്തി വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, കൈ ഉയർത്തി സ്തുതിക്കുന്നു. ഓ, ദൈവത്തിൻ്റെ ശക്തിയാൽ, വചനശക്തിയാൽ ഇപ്പോൾ ബന്ധനങ്ങളും തിന്മകളും അന്ധകാരങ്ങളും ചിഹ്നഭിന്നമാകട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാൽ മുഖവും തകർന്നു പോകും. വിടുതൽ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ മുഖവും തകർന്നു പോകും. ചിഹ്നഭിന്നമാകട്ടെ. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. ഈ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. വചനത്തിന്റെ ശക്തിയാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. കൈയടിച്ച് അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. കൈ ഉയർത്തി കൈയടിച്ച് അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഉണർവോടെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. റോമാലേഖനത്തിൽ 10-ാം അധ്യായം 3-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ അവർ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാതിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Come, Lord Jesus.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിലെ യേശു ഇവിടെ സന്നിഹിതനാണ്. നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും ഇപ്പോൾ എത്രമാത്രം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാൻ പറ്റുമോ അത്രയും ദാഹത്തോടെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ കഠിന വേദന എന്തായാലും ഇപ്പോൾ സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവിലേക്ക് നോക്കുക. എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവേ 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 യേശുവേ.